കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. പിന്നെയും പുറപ്പെടുക റിസപ്ഷന് ഞങ്ങൾ വേഗം ഇറങ്ങേണ്ടി വരും. പിന്നെ അവിടുന്ന് സൽക്കാരക്കാർ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പുറപ്പെട്ട് ഞങ്ങൾ 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ എത്തി. ഓഡിറ്റോറിയത്തിനായിരുന്നു പരിപാടി. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കല്യാണം പോലെയല്ലോ, റിസപ്ഷൻ അങ്ങോട്ട് തീരത്തില്ല. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കുക, ഫോട്ടോ എടുക്കുക. പിന്നെ ഫോട്ടോഗ്രാഫർ അസിസ്റ്റൻറ്റിനെ കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുപ്പിച്ചു ക്യാമറയിൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി വരെ അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ രാത്രി ഒരു ഫുഡും കൂടിയൊക്കെ കഴിച്ച് വീട്ടിലെത്തി. അങ്ങോട്ട് പോകാൻ പിന്നെ വണ്ടിയൊന്നും ഇല്ലാണ്ട് എങ്ങനെയൊക്കെയോ അവിടെ എത്തി. നല്ല വിറ്റായിരുന്നു. പിന്നെ അവിടെ എത്തി ഞങ്ങൾ പ്ലാനിങ് തുടങ്ങി. നമ്മളിപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ. പിന്നെ അവിടെ എത്തിയ പാടത്തിന് ഞങ്ങൾ കുറച്ച് വേഗം ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് ചേച്ചീനെയും ചേട്ടനെയും ഓരോ വൈക്കാക്കി വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഫ്രൂട്ട്സ് പാല് എല്ലാം മേടിച്ച് സെറ്റാക്കി. പിന്നെ ചേച്ചീനെയും ചേട്ടനെയും സർപ്രൈസാക്കി. ഞങ്ങളാണല്ലോ കസിൻസ്. അങ്ങനെ അതൊക്കെ നടന്ന് അവർ സർപ്രൈസായ സംഭവം അവരത്ര അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. പാല് പിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ റൂം ഇങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. ബൈ ബൈ.